ജനസേവനത്തിനോടൊപ്പം കൃഷിയെയും ഒരു ഹരമാക്കി മാറ്റിയിരിക്കുകയാണ് ഷൊർണൂർ നഗരസഭയിലെ ഒരു കൗൺസിലർ. 31ാം വാർഡ് കൗൺസിലറായ KP പ്രസാദാണ് തന്റെ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരുത്താതെ നിറവേറ്റുന്നതിനോടൊപ്പം കൃഷിയെയും ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഒരു വിളവിന് ശേഷം അടുത്ത വിളവിനായുള്ള ഞാറുനടയിലിന്റെ തിരക്കിലാണ് ഈ കർഷകൻ. വാർത്ത കണ്ടുവരാം. കുളപ്പുള്ളി ചുവന്ന ഗേറ്റ് സ്വദേശിയായ എരുമത്തടത്തിൽ വീട്ടിൽ പ്രസാദ് നല്ലൊരു ജനപ്രതിനിധിയും മികച്ച ഒരു കർഷകനുമാണ്. കുളപ്പുള്ളിക്കാർക്ക് പ്രസാദിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെയില്ല. 45 വയസ്സ് പ്രായത്തിനിടെ 2 തവണ വാർഡ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസാദ് ഈ കാലഘട്ടങ്ങളിലൊക്കെയും കൃഷിയെയും മുറുക്കെ പിടിച്ചിരുന്നു. കർഷക തൊഴിലാളിയായിരുന്ന അച്ഛൻ കോരൻ പകർന്നു നൽകിയ അറിവുകളാണ് 8 വർഷം മുമ്പ് കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രസാദിനെ പ്രേരിപ്പിച്ചത്. ഭാര്യ സന്ധ്യയും മക്കളും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. വിറ്റുകിട്ടുന്ന ലാഭം മാത്രം പ്രതീക്ഷിച്ചല്ല പ്രസാദിന്റെ കൃഷി. തന്നെ സമീപിക്കുന്ന ആവശ്യക്കാർക്ക് പ്രതിഫലം നോക്കാതെ പച്ചക്കറികൾ നൽകാനും പ്രസാദിന്റെ മനസ്സ് മടിക്കാറില്ല. 4 ഏക്കറിലധികം സ്ഥലത്ത് നെല്ലും 2 ഏക്കറിലധികം സ്ഥലത്ത് പച്ചക്കറിയും തുടർച്ചയായി കൃഷി ചെയ്തു പോരുന്നു. കഴിഞ്ഞ തവണ ഇറക്കിയ കൃഷിയിലെ വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം പാടത്ത് നെൽകൃഷിക്കായി വരമ്പ് പുതിയലും ഞാറുനടലുമായി പ്രസാദ് ഇപ്പോഴും തിരക്കിലാണ്. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി. വാർഡിലെ ജനങ്ങളുടെ ഏതു കാര്യത്തിനും പ്രസാദ് ഓടിയെത്തും. അതിന് തന്റെ കൃഷിപ്പണി ഒരു തടസ്സമേയല്ല. അതിരാവിലെയാണ് പാടത്തെത്തുക. ഏതാണ്ട് 3 മണിക്കൂർ നേരം രാവിലെ കൃഷിയിടത്തിൽ ചിലവഴിക്കും. പിന്നീട് ജനങ്ങൾക്കിടയിലേക്ക്. ഇതാണ് പ്രസാദിന്റെ പതിവ് രീതി. ഉത്സവകാലമായാൽ കൃഷിക്കും ജനസേവനത്തിനുമൊപ്പം പ്രസാദ് വാദ്യക്കാരന്റെ വേഷവും അണിയാറുണ്ട്. താല്പര്യം കൊണ്ട് മാത്രം പഠിച്ചെടുത്ത കൊമ്പുവാദന കലയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ യുവാവിന്റെ യാത്ര. രാഷ്ട്രീയക്കാരനും ഒപ്പം കർഷകനും അതിലുപരി കലാകാരനുമായ ഈ ചെറുപ്പക്കാരൻ മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്നുമുണ്ട്. ഞാൻ കഷ്ടി ഒരു 8 വർഷത്തോളമായി ഈ കൃഷി ചെയ്യാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കൃഷി. കഷ്ടി ഒരു 4-5 ഏക്കർ കൃഷി ഇപ്പോൾ പാട്ടത്തിനെടുത്തിട്ടും ചെയ്യുന്നുണ്ട്. എന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് പാടത്തു കൂടെ ഈ പാടവും കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നമുക്കൊരു പ്രത്യേകത ഒരു തന്നെയാണ്. പിന്നെ എനിക്ക് കൂർക്ക കൃഷിയുണ്ട്, വാഴ, കയപ്പ, പാവൽ, അതൊക്കെ പാടം കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളത് കുറച്ച് നേരം മാറ്റി വെക്കുന്നു എന്ന് തന്നെ ഈ കൃഷിയെ സംബന്ധിച്ചിട്ട് പറയാമല്ലോ. വിളവ് നമുക്ക് തെറ്റില്ലാതെ നമ്മൾ അങ്ങനെ ഒരു വിളവോ ഇല്ലച്ചാൽ വേറെന്തോ ലാഭം നോക്കിയിട്ടല്ല അതിൽ ഒരു ഇറങ്ങാം. നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കും. പിന്നെ കിട്ടുന്നത് ഒരു വിഹിതം നമുക്ക് മുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൊടുക്കുക, കച്ചവടം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കൂർക്കയാണ് നമുക്ക് മെയിനായിട്ട് ഒന്ന് പറക്കില്ല. അതൊരു 10-60 സെന്റ് സ്ഥലത്ത് ഇപ്പോൾ കൂർക്ക ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ വാഴ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് 3-ാം ഘട്ടത്തിലേക്ക് കിടക്കണം. വേനൽ പച്ചക്കൃഷിക്ക് കിടക്കും. ഇത് കഴിഞ്ഞാൽ അപ്പോൾ വേനൽ പച്ചക്കറി കൃഷിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. വിഷുവോട് അനുബന്ധിച്ചുള്ള പച്ചക്കറിയാണ് അത്. പിന്നെ എല്ലാവരും ഇടാറുണ്ട്. വെണ്ട, പിന്നെ പാവല് ഒക്കെ ആ നേരങ്ങളിലാണ് നമുക്ക് കിട്ടാറ്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.